കാവാലം ബസ് സ്റ്റാൻഡിൽ നിന്നും പുലർച്ചെ 5-ന് പുറപ്പെട്ടിരുന്ന സ്റ്റേ ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവാലം ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗവും ഒപ്പുശേഖരണവും നടത്തി. രാത്രി 10-ന് കാവാലം സ്റ്റാൻഡിലെത്തി സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം പുലർച്ചെ 5-ന് പുറപ്പെട്ടിരുന്ന KSRTC ബസ് സർവീസുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നിർത്തിവെച്ചിട്ടുള്ളത്. തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ നിരവധി യാത്രക്കാരാണ് സ്റ്റേ ബസിനെ ആശ്രയിച്ചിരുന്നത്. ബസ് സർവീസ് നിർത്തിയതോടെ ഓട്ടോറിക്ഷകളിൽ അധിക തുക മുടക്കി യാത്ര ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളുടെ ദുരിതം സംബന്ധിച്ച വാർത്ത KCV ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. തുടർന്നാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് സമിതി കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാവാലം ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗവും ഒപ്പുശേഖരണവും നടത്തി. KSRTC സ്റ്റേ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്കും ജീവനക്കാർക്ക് രാത്രി തങ്ങുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കാവാലം ഗ്രാമപഞ്ചായത്തിനും നിവേദനം സമർപ്പിക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് നിവേദനത്തിൽ ഒപ്പുവെച്ചത്. പ്രതിഷേധ യോഗം ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് സെക്രട്ടറി PR സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTCക്കും ടിക്കറ്റ് അടിസ്ഥാനത്തിൽ പോലും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്റ്റേ ബസ്സുകൾ പുനരാരംഭിക്കുവാനുള്ള നടപടി ഉണ്ടാകണം. അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രത്യേകിച്ച് അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള സംവിധാനം ചെയ്യണമെന്ന് കൂടി ഞങ്ങളുടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ സ്റ്റേ ബസ്സുകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒപ്പുശേഖരണമാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ ഒപ്പുശേഖരണത്തിൽ സഹകരിക്കുവാൻ മുഴുവൻ വിദ്യാർത്ഥികളോടും യുവാക്കളോടും എല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു സംവിധാനമാണ് ഈ സ്റ്റേ ബസ്സുകൾ. അത് പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യകതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏവരും നമ്മുടെ ആവശ്യമായിട്ട് ഇത് പരിഗണിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദൂരെ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായിരുന്ന ഒന്നാണ് ഇവിടെ രാവിലെ പോയിരുന്ന ബസ്സുകൾ, അതുപോലെ തന്നെ വൈകിട്ട് വന്ന ബസ്സുകളും. അങ്ങനെയുള്ള ആ ബസ്സുകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭത്തിലാണ് നമ്മൾ ഈ പ്രക്ഷോഭ പരിപാടി വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കാവാലം ബസ് സ്റ്റാൻഡ് മേഖലയിലെ മുൻ വാർഡ് മെമ്പർ T ശശി അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകരായ K സുരേഷ് കുമാർ, സോണിച്ചൻ പുളിങ്ങുന്ന്, നന്ദനൻ വലിയപറമ്പ്, കുഞ്ഞുമോൻ പാലേടം, ബിജു സേവ്യർ, കാവാലം പാലം സമ്പാദക സമിതി കൺവീനർ വിഷ്ണു, PK സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം പുളിങ്ങുന്ന് ചമ്പക്കുളം പ്രദേശങ്ങളിലെ നിരവധി യാത്രക്കാർ ആശ്രയിച്ചിരുന്ന KSRTC സ്റ്റേ ബസ് സർവീസുകൾ പുനരാരംഭിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് അടുത്തിടെ ഉയരുന്നത്.